അപ്പോഴാണ് VS ഇങ്ങനെ പറയുന്നത്, വളരെ എന്താ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു മുത്തശ്ശൻ തരുന്നതായിട്ട് കരുതിയാൽ മതി. ഇത് നിങ്ങൾ സ്വീകരിക്കൂ. ഇത് ഞാൻ വേറെ ഇങ്ങനെയാണ് പിന്നെ പറയുന്നത്, ഇത് ഞാൻ വേറെ എവിടെ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതല്ല. എൻ്റെ പെൻഷൻ്റെ ഓരോ മാസത്തെയും പെൻഷനിൽ നിന്ന് കരുതി വെച്ച തുകയാണിത്. അത് ഈ അവസരത്തിലല്ലാതെ പിന്നെ ഒരു അവസരത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ കുടുംബത്തെ സന്ദർശിക്കുകയും അതിജീവിതയുടെ കുടുംബത്തിന് ഒരു സ്നേഹ സമ്മാനം നൽകിയതുമായി ബന്ധപ്പെട്ട് സുജാ സൂസൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. എങ്ങനെയായിരുന്നു ആ കുറിപ്പ് എഴുതാനുള്ള സാഹചര്യം? VS പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായിരിക്കുന്ന ഒരു സമയത്താണ് സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. മുഖ്യമന്ത്രി ആയി ഉമ്മൻചാണ്ടി ചാർജ് എടുത്ത് ഒരു 1-2 മാസത്തിന് ശേഷം ഈ സൂര്യനെല്ലി കൊച്ചിൻ്റെ പേരിലൊരു കേസ് വരുന്നുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒരു അഴിമതി കേസ്. അത് കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഞങ്ങളെല്ലാം ധരിക്കുന്നത്, പൊതുസമൂഹവും അങ്ങനെയാണ് ധരിക്കുന്നത്. ആ സമയത്ത് ഈ കുട്ടിയെ ഡിസ്മിസ് ചെയ്യുന്നുണ്ട്, സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. ആ കുടുംബത്തിനാകെയുള്ള ഒരു ആശ്രയം ഇവളുടെ സാമ്പത്തികമാണ്, ഇവൾ കിട്ടുന്ന ശമ്പളമാണ്. അങ്ങനെ ആ ഡിസ്മിസൽ നീണ്ടുപോകുന്നു, അവൾക്ക് ശമ്പളം കിട്ടാതെ ആവുന്നു. അങ്ങനെ അവളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഈ കുടുംബം വല്ലാതെ ഒറ്റപ്പെടുകയും സാമ്പത്തികമായി വലിയ പരാധീനതയിലേക്ക് ആവുകയൊക്കെ ചെയ്ത് ഇത് ചർച്ചാ വിഷയമാവുകയൊക്കെ ചെയ്ത സമയത്താണ്, മാത്രമല്ല നിർഭയ കേസ് വരുന്നു. നിർഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന സൂര്യനെല്ലി കേസ് വീണ്ടും പുനരുജ്ജീവിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് VS ഒരിക്കൽ എന്നെ ഫോൺ ചെയ്യുകയും ഈ കേസുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നിന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ VSനെ കുട്ടനാട് പാർട്ടി ഓഫീസിൽ വെച്ച് കാണുകയും അദ്ദേഹവുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും പിന്നെ അടുത്ത ആഴ്ച വീണ്ടും എന്നെ വിളിച്ചിട്ട് പറയുന്നു ആ കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ആ കുട്ടിയെ ഒന്ന് കാണണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വരികയും ആ കുടുംബത്തിനെ, ഈ കുട്ടിയുടെ ചേച്ചി അന്ന് അവിടെ ഇല്ല, കുട്ടിയെയും മാതാപിതാക്കളെയും ഞാനും ഉൾപ്പെടുന്ന ആ ഒരു 3-4 പേര് ഇരുന്നിട്ട് വീണ്ടും VS ഇവരെ എല്ലാം ഒരു മുഴുവൻ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു, ആശ്വസിപ്പിക്കുന്നു. പോകാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന എപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്രയിലെല്ലാം ഉള്ള ഒരു ബാഗുണ്ട്. ആ ബാഗ് തുറന്ന് 1 ലക്ഷം രൂപ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ കേസിൻ്റെ ഒരു സമയത്ത് പോലും ആരുടെയിൽ നിന്നും ഒരു സഹായം വാങ്ങിച്ചിട്ടില്ല. ഒരു VS ആയിട്ട് പോലും അവർക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു ജനനേതാവായിട്ട് പോലും അവരത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴാണ് VS ഇങ്ങനെ പറയുന്നത്, വളരെ എന്താ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ആർദ്രമായ ശബ്ദത്തിലാണ് പറയുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്ന പോലെ തന്നെ ഒരു മുത്തശ്ശൻ്റെ പെൻഷൻ, ഒരു മുത്തശ്ശൻ തരുന്നതായിട്ട് കരുതിയാൽ മതി. ഇത് നിങ്ങൾ സ്വീകരിക്കൂ. ഇത് ഞാൻ വേറെ ഇങ്ങനെയാണ് പിന്നെ പറയുന്നത്, ഇത് ഞാൻ വേറെ എവിടെ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതല്ല. എൻ്റെ പെൻഷൻ്റെ ഓരോ മാസത്തെയും പെൻഷനിൽ നിന്ന് കരുതി വെച്ച തുകയാണിത് എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുകയും ചെയ്ത ഒരു അനുഭവം എൻ്റെ VS ഇങ്ങനെ മരണമടയുന്ന ഈ ദിവസം എൻ്റെ മനസ്സിൽ, എന്നെ മാത്രമല്ല അന്ന് തന്നെ വളരെ സ്വാധീനിച്ച ഒരു സന്ദർഭം കൂടിയായിരുന്നു അത് ഈ അവസരത്തിലല്ലാതെ പിന്നെ ഒരു അവസരത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആ കുറിപ്പ് VSനെ അനുസ്മരിക്കാൻ ഞാൻ ആ കുറിപ്പ് ഉപയോഗിച്ചത്. ചർച്ചയുടെ പ്രസക്തി തന്നെ ഒരു അടച്ചിട്ട മുറിയിലായിരുന്നു ആ ചർച്ച. അതെ, അത് കാരണം അപ്പോഴേക്കും VS വരുന്നു എന്ന് അറിഞ്ഞിട്ട് മാധ്യമങ്ങൾ, അവിടുത്തെ പാർട്ടി അനുഭാവികൾ, പാർട്ടിക്കാരെ ഒക്കെ അവിടെ തടിച്ചുകൂടിയിരുന്നു. അപ്പോൾ ആരും അറിയരുത് എന്ന് VSന് നിർബന്ധമായിരുന്നു. യഥാർത്ഥ VS മരിച്ചതിന് ശേഷം ഇത് പുറത്താകുന്നു എന്നുള്ളതിലും എനിക്കൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ ഇത്രയും പേരെ അറിഞ്ഞിട്ടുള്ളൂ. അത് ആ സന്ദർഭത്തിൽ മാത്രം അറിയേണ്ട ഒരു കാര്യമാണ്. VSൻ്റെ ഒരു വലിയ ആഴമുള്ള ഒരു കിണർ പോലെയാണ് VSൻ്റെ മനസ്സ്. അതിൻ്റെ അടിത്തട്ടിലുള്ള വളരെ സ്നേഹാർദ്രമായ ഒരു നിമിഷത്തിന് സാക്ഷിയാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ മറക്കില്ല. ആ ഒരു ഓർമ്മയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കുറിച്ചത്. ഒരു 102കാരൻ്റെ വിയോഗത്തിൽ നമ്മൾ എന്തിനാണ് ഇത്രയേറെ വിഷമിക്കുന്നത്, ഇത്രയേറെ വികാരം കൊള്ളുന്നതിന് എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. കണ്ണൻ തിരുമലക്കൊപ്പം സുഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.